അല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. കാര്യം ഞാനിങ്ങനെ ഒരുപാട് കിലോമീറ്ററുകളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ മയങ്ങി വരണ ഒരു സമയത്ത് ഞാൻ നോക്കുമ്പം എൻ്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്വിഫ്റ്റ് ബസ് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ അമ്മേ ഇങ്ങനെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബസ് പതിയെ പോകുന്നത് നമ്മുടെ ചരിത്രത്തിൽ കാണുക എന്ന് പറഞ്ഞത് അത് ഒരു സ്വപ്നം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു യാത്ര, അതായത് നീണ്ട യാത്ര കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വഴിയിൽ ഞാൻ ആ സ്വിഫ്റ്റ് ബസ്സിനെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ജസ്റ്റ് നെഗറ്റീവായിട്ടല്ല, വളരെ പോസിറ്റീവായിട്ടാണ് ഇങ്ങനെ ബസ്സുകൾ ഉണ്ടല്ലോ, ഡ്രൈവറിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പൊ അതിൽ പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. അപ്പം ഇടയ്ക്കൊരു ചേട്ടൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടറിയില്ല, 100 കണക്കിന് കിലോമീറ്ററിൽ യാത്ര ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം. ശരിയാണ്, 100 കണക്കിന് കിലോമീറ്ററിൽ യാത്ര ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കും മടുപ്പുണ്ടാവാം, നിങ്ങളും ശ്വാസം വിടാൻ വേണ്ടി എന്നെ പോലെ തന്നെ പതിയെ വണ്ടി ഓടിച്ചിട്ടുണ്ടാവാം. ഞാനതൊരു നെഗറ്റീവ് രീതിയിലല്ല ആക്ച്വലി ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇനി സാധാരണ നമ്മുടെ ഈ നിരത്തിൽ കാണുന്ന ബൈക്ക്, കാറ്, ഓട്ടോ എന്നീ പറയണ ഈ ഒരു വണ്ടികൾ അവരോട് സെപ്പറേറ്റ് മാറ്റി വിളിച്ചു നിർത്തി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോദിക്കണം, നിങ്ങളിങ്ങനെ ഒരു വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പറന്ന് ഒരു ബസ് സ്പീഡിൽ വരുന്നു, നിങ്ങളുടെ ബാക്കിൽ ഇങ്ങനെ ബ്രേക്ക് പിടിക്കുന്നു. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വണ്ടി അങ്ങനെ വെച്ചിരിക്കാനാണോ തോന്നണേ, അതോ വണ്ടി അവിടെ നിന്ന് റോഡിൻ്റെ സൈഡിൽ നിർത്തി എങ്ങോട്ടെങ്കിലും ഓടിക്കൊണ്ടു പോകാനാണോ തോന്നണേ? കാര്യം നമ്മളിങ്ങനെ ഒരു വഴിയിൽ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ കേസുകൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ KSRTC ആയിക്കോട്ടെ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ്സുകളായിക്കോട്ടെ, ലോറികളായിക്കോട്ടെ, ഈ സാധാ നിരത്തിൽ കാണുന്ന ചെറിയ ചെറിയ വണ്ടികളോട് കാണിക്കണ ചില ഉപേക്ഷകളുണ്ട്. ഇപ്പം ഫ്രണ്ടിൽ ഒരു വണ്ടി ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മളൊരു വണ്ടി നമ്മുടെ ട്രാക്കിൽ നിൽക്കുകയാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് ഓപ്പോസിറ്റ് ട്രാക്ക് എടുത്തു വെച്ച് കയറി വരുന്ന വണ്ടികളുണ്ട്. ഇവിടെ എനിക്ക് ആ ചേട്ടനോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ 100-200 കിലോമീറ്ററിൽ ട്രാവൽ ചെയ്ത് വരുമ്പോൾ സ്വിഫ്റ്റ് ആയിക്കോട്ടെ, ഫാസ്റ്റ് പാസഞ്ചർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സാധാ ഓർഡിനറി ആയിക്കോട്ടെ, പ്രൈവറ്റ് ബസ് ആയിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, ഒരുപാട് തരത്തിലുള്ള വണ്ടികൾ കണ്ട് അതിൽ നിന്ന് എക്സോസ്റ്റഡ് ആയിട്ട് ശ്വാസം മുട്ടി പതിയെ ഇങ്ങനെ ആർക്കും ഉപദ്രവമില്ലാണ്ട് സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കണം ഞാൻ കാണുന്നത്. എൻ്റെ ഫ്രണ്ടിൽ ആശ്വാസമായിട്ട് ഇത്ര പതിയെ പോണ സ്വിഫ്റ്റ് ബസ്സോ. എന്നിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്തപ്പം ആ ചേട്ടൻ കൈ കാണിച്ചു തന്നിട്ട് പറയാം, മോനെ കയറി പൊക്കോടാന്ന്. ഞാൻ 35 സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ആ ചേട്ടൻ അപ്പം ഞാൻ 35 പോകുമ്പോൾ ചേട്ടൻ എത്രയിലായിരിക്കും പോയിട്ടുണ്ടാവുക? ഒരു 32 അല്ലെങ്കിൽ ഒരു 30. ഇതെനിക്ക് വളരെയധികം ഒരു അത്ഭുതമായിട്ട് തോന്നിയത് കൊണ്ടാണ് ആ ചേട്ടൻ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. സോ പുരുഷോത്തമൻ ചേട്ടാ, ഞാൻ ചേട്ടനോട് നെഗറ്റീവായിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. ഇത് നെഗറ്റീവായിട്ട് കാണാൻ വേണ്ട. നിങ്ങൾ ബസ്സുകാർ തിങ്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. സാധാരണ ആളുകളും ഉണ്ട്, അവരുടെ ജീവനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കണ ജീവിതങ്ങൾക്കും ഒക്കെ ഒരു വാല്യൂ ഉണ്ടെന്ന് തിങ്ക് ചെയ്യുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.